നമസ്കാരം. ഇത്തവണ മുസ്ലിം ലീഗാണോ കോൺഗ്രസ് ആണോ വാശി പിടിച്ചു നിൽക്കുന്നത്? 3 സീറ്റ് വേണമെന്നുള്ള ലീഗിന്റെ ആവശ്യം അർഹതപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും എല്ലാം സമ്മതിച്ചതുമാണ്. പക്ഷെ അതൊന്നും നടപ്പാക്കത്തില്ല എന്നതാണ് സത്യം. ലീഗിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കുറച്ച് ഡയലോഗുകളായി പോയി ഇതെല്ലാം. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ പിടിയെല്ലാം പോയിരിക്കുകയാണ്. നുള്ളിപ്പെറുക്കി എടുക്കാവുന്ന കുറച്ച് നേതാക്കൾ മാത്രമേ ഇപ്പൊ കോൺഗ്രസിനകത്തുള്ളൂ. ഇന്ത്യ സഖ്യവും പിളർന്നു, അതിലും ഫലമൊന്നും ഉണ്ടായില്ല. ഇവിടെ കേരളത്തിൽ ശക്തരായ ഘടകകക്ഷിയായിരുന്നു ലീഗ്. അവർക്കിട്ടും ഇപ്പോൾ പണി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് മടുപ്പിക്കുന്ന പ്രവണതയാണ് ഈ കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് 3ാം സീറ്റ് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസ് സീറ്റ് നൽകില്ലെന്ന തീരുമാനത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ 3ാം സീറ്റ് എന്ന ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമായി. 2 സീറ്റിൽ കൂടുതൽ കൊടുക്കുകയില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3ാം സീറ്റ് വേണമെന്ന വികാരം മുസ്ലിം ലീഗ് അണികൾക്കിടയിലും ശക്തമായിരുന്നു. ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് മലബാറിലെ സീറ്റുകൾ കോൺഗ്രസ് ഇത്രയും കാലം ജയിച്ചു വന്നത് തന്നെ. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പങ്കുവച്ചിരുന്ന വികാരം. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ 3ാം സീറ്റ് കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും. ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്നാണ് കോൺഗ്രസിൽ വരുന്ന ധാരണ. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഒരു രാജ്യസഭാ സീറ്റിലാണ് UDFന് ജയിക്കാൻ സാധിക്കുന്നത്. ഇനി ഒഴിവ് വരുമ്പോൾ ആ സീറ്റ് ലീഗിന് നൽകാമെന്ന ഫോർമുലയാണ് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. അതിനിടെ സ്ഥാനാർത്ഥികളെ വെച്ച് മാറാനും ലീഗിൽ തീരുമാനമായിട്ടുണ്ട്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീർ ഇനി മത്സരിക്കില്ല. പകരം അദ്ദേഹം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറാനാണ് പ്ലാൻ ചെയ്യുന്നത്. പൊന്നാനിയിൽ പകരം അബ്ദുൾ സമദ് സമദാനി ലീഗ് സ്ഥാനാർത്ഥിയാകും. യുവ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അതുണ്ടാകില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പലരും ഭാഷാ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് പിന്നോട്ട് വലിയുകയും ചെയ്തു. പൊന്നാനിയേക്കാൾ മുസ്ലിം ലീഗിന് ഉറപ്പുള്ള മറ്റൊരു മണ്ഡലമാണ് മലപ്പുറം. ഇവിടേക്ക് മാറാൻ ET മുഹമ്മദ് ബഷീറിനും താല്പര്യമുണ്ട്. ഇക്കാര്യം പാർട്ടി പരിഗണിച്ചു എന്നാണ് സൂചന. 2 ദിവസത്തിനകം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മാർച്ച് 5-ന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയിലാകും വോട്ടെടുപ്പെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. പൊന്നാനി മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും CPMന്റെ കൈവശമാണ്. താനൂർ, പൊന്നാനി, തവന്നൂർ, തൃത്താല എന്നീ മണ്ഡലങ്ങളെല്ലാം CPMനൊപ്പം നിൽക്കുമ്പോൾ തിരൂർ, കോട്ടക്കൽ, തിരൂരങ്ങാടി മണ്ഡലങ്ങളെല്ലാം മുസ്ലിം ലീഗിനൊപ്പമാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് വേറെയാണെന്ന് ലീഗ് നേതാക്കൾ പ്രതീക്ഷ പങ്കുവെക്കുന്നു.